ഹായ് വെൽക്കം ടു ബിഗ് ലേണിംഗ്. നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് RRB NTPCയുടെ വരാനിരിക്കുന്ന എക്സാംസിന് വേണ്ടിയുള്ള നമ്മുടെ പ്രീവിയസ് ഇയർ RRB NTPCയിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി കുറേ സെഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻസ് ഒക്കെ നേരത്തെ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ക്വസ്റ്റൻസ് ഒക്കെ തന്നെ നിങ്ങൾ ചാനലിൽ ചെന്നിട്ട് അവിടുന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്കറിയാം നമ്മുടെ RRB NTPCയുടെ എക്സാം വരാൻ പോവാണ്. ഡേറ്റ്സ് വന്നു കഴിഞ്ഞു. സോ ഇനി നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് ടൈം ഈ ഒരു കുറച്ച് സമയമേ ഇനി നിങ്ങൾക്ക് അവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ അകത്ത് നിങ്ങൾ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ തന്നെ നല്ലപോലെ കവർ ചെയ്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ഫുൾ മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ലപോലെ ചെയ്ത് നിങ്ങൾ അതിൻ്റെ സ്കോർ മാക്സിമം നിങ്ങളുടെ കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. സോ അത് എത്രയും നല്ലപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കും, നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻ കവർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടാർഗറ്റ് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നിങ്ങൾ അതിലേക്ക് റീച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് നമ്മുടെ RRB NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റനിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ലാസ്റ്റ് NTPC എക്സാം നടന്നപ്പോൾ അതിൽ ചോദിച്ച ഒരു വളരെ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു ഇത്. കുറേ പേർക്ക് കുറേ സമയം പോയതും കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് വലിയ പാടൊന്നുമല്ല, വളരെ ഈസി ക്വസ്റ്റൻ. പക്ഷെ ഒന്ന് നോക്കിയെടുക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് അത് നോക്കി മനസ്സിലാക്കാതെ അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ എടുക്കാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. വാട്ട് ഇസ് ദ ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ദ വിസിബിൾ ഫേസസ് എന്നാണ് ചോദിക്കുന്നത്. ആ ഫിഗറിന്റെ വിസിബിൾ ആയിട്ടുള്ള ഫേസസ്, കാണാൻ പറ്റുന്ന ഫേസുകളുടെ ടോട്ടൽ സർഫേസ് ഏരിയ. അപ്പൊ കാണാൻ പറ്റുന്ന ഏതൊക്കെയാ? എനിക്ക് ഈ ഫേസ് കാണാൻ പറ്റുന്നുണ്ട് 1, നമുക്ക് അതിനൊരു നമ്പർ എടുക്കാം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. ഇത് 2, നമുക്ക് ഈ ഫേസ് കാണാൻ പറ്റുന്നുണ്ട് 3, നമുക്ക് ഈ ഫേസ് കാണാൻ പറ്റുന്നുണ്ട് 4, നമുക്ക് ഈ ഫേസ് കാണാൻ പറ്റുന്നുണ്ട് 5 ആൻഡ് ഈ ഫേസ് കാണാൻ പറ്റുന്നുണ്ട് 6. അപ്പം എപ്പോഴും ഇതേപോലെ എന്തെങ്കിലും നമ്പർ ഒക്കെ കൊടുക്കുക, നമുക്ക് ഒരു ഫേസും വിട്ടു പോകല്ല. അതുകൊണ്ട് നമ്മൾ ചുമ്മാ റാൻഡം ആയിട്ട് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഫേസ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത് എന്ത് ചെയ്യുക? അതിന്റെ എല്ലാ സൈഡ്സിന്റെയും മെഷേഴ്സ് ഒന്ന് ഉറപ്പിക്കാൻ നോക്കുക. അപ്പൊ ഈ സൈഡ് 15 ആണ് ക്ലിയർ, ഈ സൈഡ് 20 ആണെന്ന് ക്ലിയർ. പക്ഷെ ഇവിടുത്തെ ഈ ഒരു സൈഡ് ഇപ്പൊ ഇത് മൊത്തം 20 ആണെങ്കിലും നമുക്ക് ഇവിടം തൊട്ട് ഇവിടെ ഉള്ള എത്ര ആണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കാം. അപ്പൊ അത് ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് സിമ്പിൾ ആണ്. നമുക്ക് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ താഴത്തെ ഈ ഫേസ് 7 എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടെ വരെ 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കണം? 13 ആയിരിക്കണം. എന്നാലേ എത്ര വരത്തുള്ളൂ? ഈ 20 വരത്തുള്ളൂ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 13 ആയിരിക്കും. ഓക്കെ, ഇനി ഇത് 8 ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? 8 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? ഇവിടെ വരെ ഇത് എത്ര ആയിരിക്കും? 8 ആയിരിക്കും. ഇനി ഇത് മൊത്തം 15ഉം ഇത് 8ഉം ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കണം? 7 ആയിരിക്കണ്ടേ? എന്നാലല്ലേ 8, 7, 15 വരത്തുള്ളൂ. അത് 7 ആണെങ്കിൽ ഇതും എത്ര വരണം? 7 വരണം. ശരി, ഇനി ഇത് 5 ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ വരുന്ന ഇത് എന്തായിരിക്കും? 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് 5 ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ വരുന്ന ഇത് എന്തായിരിക്കും? പാരലൽ ആയിട്ട് വരുന്ന ആ സൈഡ് 5 ആയിരിക്കും. ഇനി അത് 5 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 5 ആയിരിക്കും. അത് 5 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 5 ആയിരിക്കും. അത് ആ ഒരു സ്റ്റെപ്പ് പോലെ അവിടെ മൊത്തം 5 ആയിരിക്കും. അപ്പൊ ഐ തിങ്ക് നമ്മൾ എല്ലാ വാല്യൂസും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് 13 ആയിരിക്കും. നമ്മൾ എല്ലാ സ്ഥലത്തെയും എല്ലാ വാല്യൂസും ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഏരിയസ് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്താൽ മതി. കുറെ റെക്ടാങ്കിൾ സോൾവ് ചെയ്യുന്ന അങ്ങ് എടുത്താൽ മതി. അപ്പൊ ആദ്യത്തെ റെക്ടാങ്കിളിലേക്ക് പോവാം. ഫസ്റ്റ് റെക്ടാങ്കിൾ 1 എന്തൊക്കെയാ? 15ഉം 7ഉം. അങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? ആ 15 into 7 ചെയ്താൽ മതി. 15 into 7 നമുക്ക് എത്ര വരും? 105 എന്ന് വരും. അപ്പൊ അത് ഫിക്സ് ആയി. ഇനി അടുത്ത രണ്ടാമത്തേലേക്ക് പോവാം. രണ്ടാമത്തെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 13ഉം 8ഉം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 13 into 8. അപ്പൊ 13 into 8 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? നമുക്ക് അത് 104 എന്ന് വരും. 104. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുമായി. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് ആ രണ്ട് ഫേസ് ആയപ്പോൾ തന്നെ അത് 200 ചില്ലറയായി. ഓക്കെ, ഇനിയുള്ള ഫേസ് എല്ലാം ചെറിയ ചെറിയ ഫേസസ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, കുറച്ചുകൂടി വലിയ ഫേസ് ആണെങ്കിൽ 4 കൂടി കുറച്ചൊരു വലിയ ഫേസ് ആണെന്ന് പറയും. പക്ഷെ അത് 4 അത്രയും വലിയ ഫേസ് ഒന്നുമല്ല. പക്ഷെ നമ്മൾ അവിടുത്തെ ഏറ്റവും വലിയ രണ്ട് ഫേസ് എടുത്തു, അപ്പം തന്നെ അത് 200 ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത് 200 ഉള്ളെങ്കിൽ ഇത് 900 വരെ പോവോ? ഒരിക്കലും പോകത്തില്ല. അത് 1325 വരെ പോകും, ഒരിക്കലും പോകത്തില്ല. ആ 580 വരെ പോകാൻ സാധ്യതയുണ്ട്. ചെറിയ സാധ്യത ഉണ്ടെങ്കിലും അതിനും ചാൻസ് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വേണം? 384 വേണം. നോക്കിയേ, വലിയ ഫേസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് ചെറിയ ഫേസ് എടുത്ത് തുടങ്ങില്ല. നമ്മുടെ ഏറ്റവും വലിയ ഫേസ് കാണാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ വാല്യൂസ് ആദ്യം എടുക്കുക. അത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്തായിരിക്കും ആൻസർ വരാൻ പോകുന്നത്. ഈ വലിയ രണ്ട് ഫേസ് എടുക്കുമ്പോൾ തന്നെ അത് 200 ആയിട്ടേ ഉള്ളൂ. ഇനി അത് മാക്സിമം ബാക്കിയുള്ള എല്ലാം കൂടി എടുത്താലും മാക്സിമം എത്ര പോകുമായിരിക്കും? 150, 200 പോകുമായിരിക്കും. എന്നാലും ഒരു 400 വരെയൊക്കെ അല്ലേ പോകത്തുള്ളൂ. നമുക്കത് ഈ പറഞ്ഞ ഒരു 500 അല്ലെങ്കിൽ 600, 900, 1300 ആ റേഞ്ചൊക്കെ പോവോ? ഇല്ല. നമുക്ക് ഇനി ബാക്കി ഡൗട്ട് വരാതിരിക്കും, നമുക്ക് ബാക്കിയുള്ള എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എക്സാമിൽ എങ്ങനെ മാർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 5 into 8. 5 into 8 എന്ന് പറയുന്നത് എത്ര? 40. ചെറിയ ചെറിയ വാല്യൂസ് ഇനിയുള്ളതെല്ലാം. അടുത്ത നാലാമത്തെ ആണോ ഇനി എനിക്ക് തോന്നുന്നു അവിടെ ഉള്ളതിൽ കുറച്ചെങ്കിലും വലുത്. ഏതാണ്? 13 into 5. പക്ഷെ അതും എത്രയേ ഉള്ളൂ? 13 into 5 എന്ന് പറഞ്ഞാൽ 65 അല്ലേ ഉള്ളൂ. നോക്കിയേ, ഇപ്പൊ വളരെ ചെറിയ വാല്യൂസ് അല്ലേ അതെല്ലാം. അപ്പൊ ഇപ്പം തന്നെ അത് എത്രയായി? 300 ആയി. ഓക്കെ, 300 ആയി. ഇനിയുള്ള വളരെ ചെറിയ ചെറിയ ഫേസസ്. അഞ്ചാമത്തെ ഫേസ് 5 ഏതാണ്? 5 നമ്മൾ കൊടുത്ത ഇവിടെ. അപ്പൊ 5 എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയാ 7 into 5 വരുന്നുണ്ട്. 7 into 5 എത്ര? 35.
ഇപ്പോൾ 35 ആൻഡ് ലാസ്റ്റ് ഒരെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ. ആറാമത്തെ ഒരു ഫേസ് എത്രയാണ്? അതും 5x7 അപ്പോൾ 5x7 അല്ലെങ്കിൽ 7x5 35. നോക്കിയേ, കഴിഞ്ഞു. ഇതെല്ലാം കൂടി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ വരും. അപ്പോൾ അങ്ങനെ ഈ 100, 200 ഇത് ആഡ് ചെയ്യുമ്പോൾ 300, പിന്നെ ഒരു 5 ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ 300 ആയി. പിന്നെ ഇവിടുന്ന് ആ ഒരു 35 70യും പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു 5ഉം 5ഉം 80യും പിന്നെ ഒരു 4ഉം അങ്ങനെ ഈ ആൻസർ എത്ര വരും? മൊത്തം എല്ലാം കൂടി ആഡ് ചെയ്താൽ 384 എന്ന് ചുമ്മാ ആഡ് ചെയ്താൽ മതി. 384 സെന്റിമീറ്റർ സ്ക്വയറിന് ആൻസർ വരും. നിങ്ങൾക്കത് ആഡ് ചെയ്ത് നോക്കാം. അതിൻ്റെ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് എക്സാക്ട്ലി ആഡ് ചെയ്യില്ല. ആദ്യം ഹൺഡ്രഡ്സ് ഒക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ 100 ആക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യുക. ഇപ്പം ഇവിടെ ആദ്യത്തെ 105 104 100 100 200 ആഡ് ചെയ്യുക. അടുത്ത 40 60 അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 100 വരും. അത് ആഡ് ചെയ്യുക. ഈ ചെറിയ ചെറിയ നമ്പർ മാറ്റി വെക്കുക. 5 4 5 അതൊക്കെ മാറ്റി വെക്കുക. പിന്നെ 35 35 70. ഇനി നമ്മൾ മാറ്റി വെച്ച 14 ഉണ്ട്. ആ 70 14 കൂടി ആഡ് ചെയ്ത് എത്ര വരും? 84 വരും. അത് വെച്ച് തന്നെ ആൻസർ മാർക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് NTPCയിൽ ചോദിച്ച ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്. ഒരുപാട് കുറേ സമയം കളഞ്ഞായിരുന്നു. പക്ഷേ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഇങ്ങനെ ഏറ്റവും വലിയ ഫേസ് ആദ്യം ഫേസസ് ഒന്ന് ഫിക്സ് ചെയ്യുക, അതിന്റെ വാല്യൂസ് ഒക്കെ ഒന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് അതിലെ ഏറ്റവും വലിയ ഫേസിന്റെ വാല്യൂ എടുക്കുക, എന്നിട്ട് ഓപ്ഷൻസ് ഒന്ന് കമ്പയർ ചെയ്യുക. അപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എല്ലാ ഫേസും കണ്ടുപിടിക്കേണ്ടി വരത്തില്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കണം? എല്ലാ ആൻസേഴ്സും അടുപ്പിച്ച് തരണം. 300 300 തന്നെ 1-2 ആൻസേഴ്സ്, 400 1-2 ആൻസേഴ്സ് അങ്ങനെയൊക്കെ തന്നെ കുറച്ചധികം സമയം എടുക്കും. നമ്മൾ പ്രോപ്പർലി ചെയ്ത് ആൻസർ എടുത്താലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. If the dimensions of a room are 2 meter, 3 meter and 4 meter, then how many cubes of size 1/2 meter into 1/3 meter into 1/4 meter can be placed in the same room? അപ്പോൾ നമ്മൾ ഇതേപോലത്തെ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ റൂമും അല്ലെങ്കിൽ വലിയ ബോക്സും കുറെ ചെറിയ ബോക്സ് ഒക്കെ വെക്കുന്ന കേസസ് ആണെങ്കിൽ എത്ര ബോക്സ് വെക്കാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിലെ വലിയ വോളിയം ഡിവൈഡ് ബൈ ചെറിയ വോളിയം ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇതിപ്പോ നമുക്ക് തന്നേക്കുന്ന 2 3 4 തന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്യൂബോയിഡിന്റെ കൺസെപ്റ്റ് ആണ് തന്നേക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ക്യൂബോയിഡിന്റെ വോളിയൂംസ് ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ അതിലെ വലിയ ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 മീറ്റർ ഇൻറ്റു 3 മീറ്റർ ഇൻറ്റു 4 മീറ്റർ ആൻഡ് ചെറിയ ആ ക്യൂബോയിഡുകൾ ചെറിയ ക്യൂബോയിഡ്. അപ്പോൾ ആ ചെറിയ ക്യൂബോയിഡ് അല്ലെങ്കിൽ ചെറിയ ക്യൂബ്, അപ്പോൾ ചെറിയ ക്യൂബ്സ് ആണ് നമുക്ക് രണ്ടാമത് പറഞ്ഞാൽ ചെറിയ ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ ക്യൂബ്സ് ആണെങ്കിൽ പോലും ക്യൂബ്സ് ഓഫ് സൈസ് 1 മീറ്റർ ഇൻറ്റു 1/3 മീറ്റർ ഇൻറ്റു 1/4 മീറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ക്യൂബ്സ് അല്ലാതെ ആക്ച്വലി എന്താണ്? ഒരു ക്യൂബോയിഡ് ഷേപ്പുകളാണ് തന്നേക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഇൻറ്റു ഇട്ടാ തന്നേക്കുന്നത്. ഇപ്പം കോമ ഇട്ട് തന്നെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇൻറ്റു ഇട്ടാ തന്നേക്കുന്നത്. സോ അത് ക്യൂബ് തന്നെ, ക്യൂബോയിഡ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ വോളിയം എടുക്കാം. അതിന്റെ വോളിയം എടുക്കാൻ എന്ത് ചെയ്താൽ മതി? 1/2 ഇൻറ്റു 1/3 ഇൻറ്റു 1/4 എടുത്താൽ മതി. അപ്പൊ ആ 1/2 ഇൻറ്റു 1/3 ഇൻറ്റു 1/4 എവിടെ പോകും? അങ്ങ് മുകളിൽ പോകും. അങ്ങനെ മുകളിൽ പോയി കഴിഞ്ഞാൽ 2 ഇൻറ്റു 3 4 2 ഇൻറ്റു 3 6 6 ഇൻറ്റു 4 24 എന്ന് വരും. ആൻഡ് താഴെ നമുക്കുള്ളത് എന്താ? അതേ 2 ഇൻറ്റു 3 6 6 ഇൻറ്റു 4 24 അതങ്ങ് മുകളിൽ പോകുമ്പോൾ അത് മേളിൽ പോയിട്ട് എന്താവും? മൾട്ടിപ്ലൈ ആവും. എന്താ ഇത് ഇപ്പൊ ഇൻവേഴ്സ് ആയിട്ട് കിടക്കും അല്ലേ? സോ അത് എടുക്കുമ്പോൾ മേളിൽ പോകുമ്പോൾ അത് എന്താവും? തിരിഞ്ഞിട്ട് നമുക്കത് മൾട്ടിപ്ലൈ ആവും. ആണ് ഈ 24യുടെ സ്ക്വയർ എടുത്താൽ മതി. 24യുടെ സ്ക്വയർ എന്താ? 576 ആണ് 24യുടെ സ്ക്വയർ എന്ന് പറയുന്നത്. സോ 576 ബോക്സ് അല്ലെങ്കിൽ അതെ 576 നമുക്ക് ആൻസർ വരും. ഓപ്ഷൻ സി 576 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ. വളരെ ഡിഫിക്കൽട്ട് അല്ല, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ഫേം ദ റേഷ്യോ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ മെമ്പേഴ്സ് വാസ് 4:5. The firm decided to increase the number of males by 80% and number of females by 60%. What will be the new ratio of male members to female members in the firm എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമുക്കൊരു ഫേം ഉണ്ട്. അവിടെ ഫേമിൽ മെയിലും ഫീമെയിലിന്റെയും ആ ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. കറന്റ് ഉള്ള റേഷ്യോ എന്താണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. മെയിലും ഫീമെയിലിന്റെയും തന്നേക്കുന്ന റേഷ്യോ 4:5 എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. ഇനി അവിടെ നമുക്ക് വരുന്ന ഇൻക്രീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പറയുന്നത് എന്താണ്? ദ ഫേം ഡിസൈഡ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് മെയിൽസ് ബൈ 80% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മെയില് ഇൻക്രീസ് ചെയ്യുന്നത് 80% ഇൻക്രീസ് ആണ് മെയിലിൽ വരുന്നത്. ആൻഡ് ഫീമെയിലിൽ വരുന്ന ഇൻക്രീസ് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞേക്കുന്നത് 60%, നമ്പർ ഓഫ് ഫീമെയിൽസ് ബൈ 60% എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 60% ഫീമെയിൽസിനെ ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ റേഷ്യോ എന്ത് വരും? മെയിലും ഫീമെയിലിന്റെ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4ന്റെ 80% കൂട്ടണം. അപ്പൊ 4ന്റെ 80% എന്ന് പറയുമ്പോൾ അതെന്ന് പറഞ്ഞാൽ എത്ര വരും? നമുക്ക് 4ന്റെ 80% കഴിഞ്ഞാൽ 4 × 8 32 3.2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഇൻക്രീസ് ചെയ്യുന്ന എത്ര? 3.2 ഇൻക്രീസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ 4ന്റെ കൂടെ 3.2 കൂടി ഇൻക്രീസ് അല്ലേ? അപ്പൊ നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ 4ന്റെ കൂടെ 3.2 കൂടി ഇൻക്രീസ് ചെയ്ത് എത്ര വരും? നമുക്ക് 7.2 എന്ന് വരത്തില്ലേ? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അടുത്ത് 5ന്റെ 60%. അപ്പൊ 5ന്റെ 60% എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അത് എടുക്കാൻ എളുപ്പം. ആക്ച്വലി എങ്ങനെയാന്ന് പറഞ്ഞാൽ 60% എന്ന് പറഞ്ഞാൽ 3/5
ആൻഡ് അവർ കൊടുത്തേക്കുന്നത് എന്ത് തന്നെ 5 തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഇൻക്രീസ് ചെയ്താൽ മതി? ആ 3 ഇൻക്രീസ് ചെയ്താൽ മതി. 5ന്റെ 60% എത്ര തന്നെ? 3 തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 3 ഇൻക്രീസ് ചെയ്താൽ 5യുടെ കൂടെ 3 കൂടി ആഡ് ചെയ്ത് നമുക്ക് എത്രയെന്ന് വരും? 8 എന്ന് വരും. പക്ഷെ നമുക്ക് ഈ ആൻസേഴ്സ് ഡെസിമലിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ആൻസേഴ്സ് ഡെസിമലിൽ വരാൻ പാടില്ല. നമുക്കറിയാം റേഷ്യോസ് എപ്പോഴും എന്തായിരിക്കണം? സിമ്പിൾ ഫോമിലായിരിക്കണം. അത് ഡെസിമലോ ഫ്രാക്ഷനോ അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആംഗിൾ ഒന്നും വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ സിമ്പിൾ ആക്കാം. സിമ്പിൾ ആക്കാൻ എന്ത് ചെയ്യാം? രണ്ട് സൈഡ് നമുക്ക് ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇത് 72 എന്നും വരും, നമുക്ക് ഇത് 80 എന്നും വരും. ഇനി നമുക്ക് രണ്ട് സൈഡ് 8 കൊണ്ട് അങ്ങ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 9 എന്നും വരും. 9 into 8 ആണ് 72 ആൻഡ് 8 into 10 ആണ് 80. അങ്ങനെയാണെങ്കിൽ നമുക്ക് 9:10 എന്ന് നമ്മുടെ ഫൈനൽ ആൻസർ വരും. 9:10. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 9:10 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി 9:10. സിമ്പിൾ ആയിട്ട് തന്നെ ആൻസർ വരുന്നുണ്ട്. വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ല, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസർ വരും. ഓക്കെ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പെട്ടെന്ന് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ, വലിയ ആലോചിക്കൊന്നും വേണ്ട. എവറി മന്ത് സുനിൽ സേവ്സ് ഓഫ് 2/17 ഹിസ് മന്ത്ലി സാലറി ഓഫ് ₹51,000. എല്ലാ മാസവും സുനിൽ സേവ് ചെയ്യുന്നത് സുനിലിന്റെ സാലറി ആയ 51,000ന്റെ 2/17 പാർട്ടാണ്. ഓക്കെ, ആണ് വാട്ട് എമൗണ്ട് ഡസ് ഹി സേവ് എവറി മന്ത്? ആൾ എല്ലാ മാസവും സേവ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റിന് ക്ലിയർലി പറഞ്ഞിട്ടില്ല. ആൾ സേവ് ചെയ്യുന്ന എത്രയാണ്? ആളുടെ മൊത്തം സാലറിയുടെ എന്ന് പറഞ്ഞാൽ 51,000ന്റെ എത്ര പാർട്ടാ? 2/17. അങ്ങനെയാണെങ്കിൽ ആ 2/17 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ 17ഉം 51ഉം ക്യാൻസൽ ചെയ്താൽ 3 എന്ന് വരും. അപ്പൊ 3 into 2 നമുക്ക് 6 എന്ന് വരും. ബാക്കി 3 0. അപ്പൊ ആള് എല്ലാ മാസവും സേവ് ചെയ്യുന്ന എത്ര റുപ്പീസാ? ആ ഒരു 6,000 റുപ്പീസ് ആണ് ആൾ എല്ലാ മാസവും സേവ് ചെയ്യുന്നത്. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 6,000 എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 35 people could complete a work in 24 days. But after they worked together for 6 days, their employer wanted that the work should be completed in a total of 16 days. How many more workers need to be employed to meet the deadline? എന്താ പറയുന്നത്? 35 ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. അവർ 24 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. പക്ഷെ 6 ദിവസം കഴിഞ്ഞപ്പോൾ, 6 ദിവസം കഴിഞ്ഞു. 6 ദിവസം കഴിഞ്ഞപ്പോൾ എംപ്ലോയറിന് തോന്നുവാണ് ഈ വർക്ക് മൊത്തത്തിൽ 16 ദിവസം കൊണ്ട് തീരണം എന്ന്. അപ്പൊ മൊത്തത്തിൽ 16 ദിവസം എന്ന് പറയുമ്പോൾ 6 ദിവസം ഓൾറെഡി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി ബാക്കി 10 ദിവസം കൊണ്ട് ജോലി തീരണം എന്നാണ് ആൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് എത്ര കൂടുതൽ ആൾക്കാരെ ഇടണം ഈ പറഞ്ഞ ഡെഡ് ലൈനിൽ വർക്ക് തീർക്കണമെങ്കിൽ? ഉറപ്പായിട്ട് ഇനി പെട്ടെന്ന് തീർക്കണമെങ്കിൽ ആൾക്കാരുടെ എണ്ണം കൂട്ടിയാലല്ലേ പെട്ടെന്ന് തീരത്തുള്ളൂ. അതാണ് ചോദിക്കുന്നത്. ആൻഡ് വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ആവുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത്. വളരെ ഈസി ആയിട്ട് ആൻസർ എടുക്കാം. ഇപ്പൊ 24 ദിവസം കൊണ്ടാണ് ഈ വർക്ക് നടക്കുന്നതെങ്കിൽ 35 ആൾക്കാർ മതി. ഓക്കെ, അപ്പൊ ആ 35 ആൾക്കാർ ജോലി ചെയ്ത് തുടങ്ങിയതുമാണ്. 6 ദിവസം ജോലി കഴിയുകയും ചെയ്തു. 6 ദിവസം ജോലി കഴിഞ്ഞാൽ ഇനി എത്ര ദിവസം ജോലിയേ ഉള്ളൂ? 24 ദിവസം കൊണ്ട് തീരേണ്ട ജോലിയിൽ 6 ദിവസം ജോലി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി 18 ദിവസം കൂടെ അല്ലേ ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി ആ 18 ദിവസം വർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചു? 35 ദിവസം കൊണ്ട് 35 പേര് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇനി ബാക്കിയുള്ള 18 ദിവസം കൊണ്ട് ജോലി തീർന്നേനെ. 24 ദിവസത്തിൽ 6 ദിവസം കഴിഞ്ഞു. ഇനി ബാക്കി 18 ദിവസം കൊണ്ട് ജോലി തീർന്നേനെ. പക്ഷെ ഇനി ആൾക്ക് എന്ത് തോന്നുക? ഈ ജോലി മൊത്തം 16 ദിവസം കൊണ്ട് തീരണം. മൊത്തം 16 എന്ന് പറഞ്ഞാൽ ഓൾറെഡി 6 ദിവസം കഴിഞ്ഞു. ഇനി എത്ര ദിവസമേ ബാക്കിയുള്ളൂ? ഇനി വെറും 10 ദിവസമേ ബാക്കിയുള്ളൂ. ആ 10 ദിവസം കൊണ്ട് ജോലി തീരണം എന്ന് പറഞ്ഞാൽ 18 ദിവസം കൊണ്ട് തീർക്കേണ്ട ജോലി ഇനി 10 ദിവസം കൊണ്ട് തീർക്കണം. അങ്ങനെയാണെങ്കിൽ ആൾക്കാരുടെ എണ്ണം കൂട്ടിയാലേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഓൾറെഡി എത്ര പേരുണ്ടായിരുന്നു? 35 പേരുണ്ടായിരുന്നു. ഇനി ഇതിന്റെ കൂടെ എത്ര പേര് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോലി 10 ദിവസം കൊണ്ട് തീരണം എന്നാണ് പറയുന്നത്. മൊത്തം 16, അതിൽ 6 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കൺഫ്യൂസ് ആവല്ല. അങ്ങനെയാണെങ്കിൽ ഇനി ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ 10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 into 2 ആ. ഇവിടെ നിന്ന് ഒരു 5ഉം ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു 2ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് 9 എന്നും വരും, 7 എന്നും വരും. അങ്ങനെയാണെങ്കിൽ 9 into 7 നമുക്ക് 63 എന്ന് വരും. ഇനി 63 ആൾക്കാരുണ്ടെങ്കിൽ മൊത്തം 16 ദിവസം കൊണ്ട് ഈ പറഞ്ഞ ജോലി തീരും നമുക്ക്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഓൾറെഡി 35 ആൾക്കാരുണ്ട്. അപ്പൊ 35 ആൾക്കാർ ഓൾറെഡി ഉണ്ടായിരുന്നു. നമുക്ക് ഇനി എത്ര ആൾക്കാരെ കൂട്ടേണ്ടി എന്നാ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആണെങ്കിൽ ആ ഓൾറെഡി 35 ആൾക്കാർ ഉണ്ടായതുകൊണ്ട് 63 നമ്മൾ എന്ത് ചെയ്യണം? 35 അങ്ങ് മൈനസ് ചെയ്യണം. മൊത്തം 63 ആൾക്കാരുണ്ടെങ്കിൽ ജോലി തീരും. പക്ഷെ ഓൾറെഡി 35 പേരുണ്ട്. ചോദിക്കുന്നത് ഇനി എത്ര മോർ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഹൗ മെനി മോർ വർക്കേഴ്സ് നീഡഡ് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയും 63 നമ്മൾ 35 മൈനസ് ചെയ്താൽ ബാക്കി എത്ര വരും? 28 എന്ന് വരും. പിന്നെ 28 പീപ്പിൾ അല്ലെങ്കിൽ 28 വർക്കേഴ്സ് കൂടി എക്സ്ട്രാ വന്നാൽ, ആളെ കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ജോലി ഈ പറയുന്ന സമയം കൊണ്ട് തീർക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 28 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇതേപോലത്തെ ദിവസം വായിക്കുമ്പോൾ പലരും ഭയങ്കര കൺഫ്യൂസ് ആവാറുണ്ട്. എങ്ങനെ എടുക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ തോന്നാറുണ്ട്. അപ്പൊ കൺഫ്യൂസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? എത്ര ദിവസം ജോലി കഴിഞ്ഞു,
ഇത് നേരത്തെ ഉള്ള ആൾക്കാർ ചെയ്തെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർന്നേനെ, ഇനി എത്ര ദിവസം കൊണ്ട് തീർന്നേനെ, ആൻഡ് ഇനി എത്ര ദിവസം കൊണ്ട് തീർക്കണം എന്നുള്ള ഈ രണ്ട് കൺസെപ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ ആദ്യം ആൻസർ കിട്ടും. നമുക്കറിയാം ഇവിടെ ഇപ്പം 6 ദിവസത്തെ കഴിഞ്ഞു, 24 ദിവസം കൊണ്ടായിരുന്നു ചെയ്യേണ്ടിരുന്നത്. 6 കഴിഞ്ഞാൽ ബാക്കി 18 ദിവസം കൊണ്ട് ബാക്കിയുള്ളവർ ആ ജോലി തീർത്തേനെ. പക്ഷെ ഇനി അത് മൊത്തം 16 ദിവസം കൊണ്ട് ചെയ്യണം. 16-ൽ 6 ദിവസം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്, ഇനി 10 ദിവസം കൊണ്ട് തീർക്കണം. 10 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ 18 ദിവസം കൊണ്ട് തീർക്കേണ്ട ജോലി 10 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ ഉറപ്പായിട്ട് എക്സ്ട്രാ ആള് വരണം. എത്ര എക്സ്ട്രാ ആള് വരണം എന്നുള്ളത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Amit alone can complete a piece of work in 15 days and Balbir alone can do the same work in 10 days. If Amit alone work for 3 days, after which Balbir joins him, then the work will be finished in how many days? അപ്പോൾ നമ്മുടെ ഒരു പാർഷ്യൽ വർക്ക് കൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആ ചോദിച്ചിരിക്കുന്നത്. പാർഷ്യൽ വർക്ക് കൺസെപ്റ്റ്. പാർഷ്യൽ വർക്ക് കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്കിവിടെ പറയുന്നത് അമിത് ഒരു വർക്ക് ഒറ്റയ്ക്ക് 15 ദിവസം കൊണ്ട് തീർക്കും, അതേപോലെ ബൽബീർ ഒരു വർക്ക് ഒറ്റയ്ക്ക് 10 ദിവസം കൊണ്ട് തീർക്കും എന്നാണ് പറയുന്നത്. സോ ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും ആ ടേബിളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് LCM 30 എന്ന് എടുക്കാം. സോ വർക്ക് 30, എഫിഷ്യൻസി എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറയുന്നതാണ് വർക്ക്. അങ്ങനെയാണെങ്കിൽ 2 × 15 ആണ് 30, അതുപോലെ 3 × 10 ആണ് 30, ആൻഡ് 2 + 3 നമുക്ക് 5 എന്ന് നമുക്ക് വരും. 2 + 3 5. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അവിടെ പറഞ്ഞ കണ്ടീഷനെ പാർഷ്യൽ വർക്ക് കൺസെപ്റ്റിന്റെ ആ റിലേഷനിൽ നമ്മളൊന്ന് എഴുതുകയാണെങ്കിൽ ഇഫ് അമിത് അലോൺ വർക്ക് ഫോർ 3 days എന്ന് പറയുന്നുണ്ട്. അപ്പൊ അമിത് ആണ് അതിന് വർക്ക് ചെയ്ത് തുടങ്ങിയത്, അമിത് 3 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ പ്ലസ് അതിനുശേഷം ബൽബീർ ജോയിൻസ് ഹിം എന്നാണ് പറയുന്നത്. ഞാൻ അമിത് ഓൾറെഡി അവിടെ ഉണ്ട്, ഇപ്പം ബൽബീറോട് ജോയിൻ ചെയ്യുവാണ്. ആൻഡ് ദെൻ ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ഇൻ ഹൗ മെനി ഡേയ്സ്. അപ്പം അതിനുശേഷം ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇവർ ഒരുമിച്ചാണ് ആ വർക്ക് എന്ത് ചെയ്യുന്നത്, പിന്നെ ആ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് 30. അങ്ങനെ ചോദിക്കുന്നത് മൊത്ത വർക്ക് തീരാൻ, ഇങ്ങനെയാണ് വർക്ക് പോകുന്നെങ്കിൽ ആ മൊത്ത വർക്ക് തീരാൻ എടുക്കുന്ന ടോട്ടൽ ടൈം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമിത് ആദ്യം ഒരു 3 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, അതിനുശേഷം ഇവർ ഒരുമിച്ച് എത്ര ദിവസം കൂടി വർക്ക് ചെയ്തിട്ടാണ് ആ വർക്ക് തീർക്കുന്നത്. അപ്പൊ നമുക്ക് ആ എക്സ് എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എക്സ് എത്രയെന്ന് സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടുന്ന് ആ എഫിഷ്യൻസിയുടെ വാല്യൂസ് നമ്മൾ ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആദ്യമേ എയുടെ കറസ്പോണ്ടിങ് വാല്യൂ 2 × 3 പ്ലസ് A + B 5. സോ 5 × x ഈക്വൽ ടു നമുക്ക് 30 എന്ന് വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് 6 + 5x = 30 എന്ന് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 5x = 30 നമ്മൾ ആ 6 മൈനസ് ചെയ്താൽ ബാക്കി 24 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 24-നെ നമ്മൾ ഈ പറയുന്ന 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എത്ര വരും, 4 വട്ടം പോകും. റിമൈൻഡർ നമുക്ക് 24-നെ 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 4 വട്ടം പോകും. 24-ൽ 5, അതിനുശേഷം റിമൈൻഡർ നമുക്ക് 4 എന്ന് വരും. ബൈ ഡിവൈസർ എത്രയാണ്, 5 ആണ്. അങ്ങനെയാണെങ്കിൽ 4/5 days എന്ന് വരും. ഇനി നമ്മൾ അറിയാതെ പോലും പോയി എന്ത് ചെയ്യില്ല, ഓപ്ഷൻ എ മാർക്ക് ചെയ്യില്ല. ചോദിച്ചിരിക്കുന്നത് എന്താ, then the work will be finished in how many days. Okay, എത്ര ദിവസം ഉണ്ടായിരിക്കും ഇങ്ങനെ വർക്ക് പോയാൽ മൊത്തം വർക്ക് തീരാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തം വർക്ക് തീരാൻ വേണ്ടി 3 ദിവസം എ ഒറ്റയ്ക്ക് ചെയ്തതും പിന്നെ ബാക്കി 4/5 ദിവസം ഇവർ ഒരുമിച്ച് ചെയ്തതോട് ചേർത്ത് 3 + 4 7 4/5 days ആയിരിക്കും നമുക്ക് എടുക്കാൻ പോകുന്നത് ആ വർക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ആകാൻ വേണ്ടി. 7 4/5 days. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അത് നമുക്ക് ഓപ്ഷൻ എ അല്ലെന്നൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻ ബിയും സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്നാണ് നമുക്ക് കാണാൻ പറ്റും 1/6 4/5 കൊടുത്തേക്കുന്നത്. അതെന്തായാലും 1/6 4/5 അല്ല, എന്നാൽ മിനിമം 3 ദിവസം എന്തായാലും എടുക്കുന്നുണ്ട് എന്ന് നമുക്ക് അവിടെ നിന്ന് അറിയാം. സോ ആൻസർ എന്തായാലും 3യുടെ മുകളിലേ വരത്തുള്ളൂ. 1/6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ദിവസം പോലും വരുന്നില്ല. അതല്ല 4/5 എന്ന് പറഞ്ഞാലും അവിടെ ഒരു ദിവസം പോലും വരുന്നില്ല. അപ്പൊ അത് രണ്ടും എന്തായാലും അല്ല. ഓക്കെ, പിന്നെ അവിടെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു രീതി നമുക്ക് ഓപ്ഷൻ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം ലൈവ്. അടുത്തൊരു പൈപ്സ് ആൻഡ് സിസ്റ്റത്തിന്റെ ക്വസ്റ്റൻ ആണ്. ടാപ്പ് എ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 6 hours, whereas ടാപ്പ് ബി ക്യാൻ ഫിൽ ഇറ്റ് ഇൻ 8 hours. ടാപ്പ് സി ക്യാൻ empty the same tank in 4 hours. If all the taps are opened together, how long will it take to fill the tank എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, പെട്ടെന്ന് തന്നെ ആൻസർ എടുക്കാം. ടാപ്പ് എ ഒരു ടാങ്ക് നിറയ്ക്കാൻ എടുക്കുന്ന 6 മണിക്കൂറാണ് ഒറ്റയ്ക്ക്. അതുപോലെ ടാപ്പ് ബി ഒരു ടാങ്ക് ഒറ്റയ്ക്ക് നിറയ്ക്കാൻ എടുക്കുന്ന 8 മണിക്കൂറാണ്. ആൻഡ് ടാപ്പ് സി ഒരു empty ചെയ്യുന്ന ടാപ്പാണ്. ഓക്കെ, നമ്മുടെ ടാങ്കിലെ വെള്ളം കളയുന്ന ടാപ്പാണ്. സോ നമുക്ക് നെഗറ്റീവ് എടുക്കാം. ആൻഡ് എടുക്കുന്ന സമയം, നമുക്ക് ഒറ്റയ്ക്ക് ആ ടാങ്ക് empty ചെയ്യാൻ എടുക്കുന്ന സമയം 4 മണിക്കൂറാണ്. സോ നമുക്ക് ടൈം എല്ലാം കിട്ടി. നമുക്ക് ആസ് യൂഷ്വൽ വർക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് 4ഉം 6ഉം 4ഉം 8ഉം ഒരേപോലെ പോകുന്ന ഒരു വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 24 നമുക്ക് എന്ത് ചെയ്യാം, വർക്കായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ 24 ലിറ്റർ ആണ് നമുക്ക് നിറയ്ക്കാനുള്ളത് എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാം. ഇനി എഫിഷ്യൻസി എടുക്കുകയാണെങ്കിൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ് വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 × 6 ആണ് 24,
3 ഇൻറ്റു 8 24, 6 ഇൻറ്റു 4 24. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ എന്ത് വരും? നെഗറ്റീവ് വരും. അങ്ങനെയാണെങ്കിൽ നമ്മളത് ഫുൾ ഒന്ന് സം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മൊത്തം ഇവർ മൂന്നും കൂടി ഒരുമിച്ച് തുറന്നാൽ എങ്ങനെയായിരിക്കും ആ എഫിഷ്യൻസി വർക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 + 3 7. 7 6 കുറച്ച് എത്ര വരും? 1 എന്ന് വരും. അങ്ങനെ ചോദിച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടി ഒരുമിച്ച് തുറന്നാൽ ടൈം എത്ര എടുക്കും ഇത് ഫില്ല് ചെയ്യാനെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ A+B+C എടുക്കാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് 24 ബൈ ടോട്ടൽ എഫിഷ്യൻസി 1. അങ്ങനെയാണെങ്കിൽ എടുക്കാൻ പോകുന്ന സമയം എന്ത് തന്നെ ആയിരിക്കും? ആ 24 മണിക്കൂർ തന്നെ ആയിരിക്കും എടുക്കാൻ പോകുന്ന സമയം എന്ന് പറഞ്ഞപ്പോൾ ആൻസർ എത്ര വരും? 24 ഹവേഴ്സ് എന്ന ആൻസർ വരും. ഓപ്ഷൻ ഡി 24 ഹവേഴ്സ് ആണ് നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് വളരെ ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും കാണുന്ന പോലത്തെ ക്വസ്റ്റനുമാണ്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റൻ, ഇപ്പോൾ അടുത്തൊരു ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 cars സ്റ്റാർട്ട്സ് ഫ്രം അഹമ്മദാബാദ് ആൻഡ് റൺ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് ആണ് വരുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റിലേറ്റീവ് സ്പീഡ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ സ്പീഡ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സെയിം ആണെങ്കിൽ മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി അവിടെ നമുക്ക് പറയുന്നത് ഡയറക്ഷൻ വിത്ത് 1 കാർ സ്പീഡ് ബീങ് 200 km/h മോർ ദാൻ ദി അതർ. അപ്പൊ സ്പീഡ് തരുന്നില്ല, ഒരാളുടെ സ്പീഡ് മറ്റേ ആളുകൾ 200 കൂടുതലാണെന്നേ പറയുന്നുള്ളൂ. ഇഫ് ദേ ആർ 4500 km അപ്പാർട്ട് ആഫ്റ്റർ 9 hours then the sum of the speed of both the cars എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ 2 കാറ് അഹമ്മദാബാദിൽ നിന്ന് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. അപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ, ഒരു സമയം എന്ന് പറഞ്ഞാൽ സമയം പറഞ്ഞിട്ടുണ്ട് 9 മണിക്കൂർ. 9 ഹവേഴ്സ് കഴിയുമ്പം ഇവിടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4500 കിലോമീറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. അതിന് ഇവിടെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാളുടെ സ്പീഡ് S1 ആൻഡ് S2 എന്ന് എടുക്കുകയാണെങ്കിൽ, ഒരാളുടെ X എന്ന് എടുക്കുകയാണെങ്കിൽ മറ്റേ ആളുടെ S2യുടെ സ്പീഡ് എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? ഇതിനേക്കാൾ 200 കൂടുതലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ X+200 എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് ആ ഒരു 2 കാർഡുകളുടെ സ്പീഡ് ആഡ് ചെയ്ത് എത്ര വരും എന്നാണ് ചോദിച്ചിരുന്നത്. എന്നാൽ നമുക്ക് ചോദിച്ചിരുന്ന S1 + S2 എത്ര വരും എന്നാണ് ചോദിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ആ എക്സും ആ X+200 കൂടി നമുക്ക് ആഡ് ചെയ്യണം. എക്സും X+200 ആഡ് ചെയ്താൽ നമുക്ക് 2X+200 എന്ന് വരും. അത് എത്ര വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, എന്ത് വരത്തില്ല? 150 വരത്തില്ല. എന്നാ അവിടെ ഏറ്റവും മിനിമം എത്ര വരുന്നുണ്ട്? 200 വരുന്നുണ്ട്. പിന്നെ 250 വരാനുള്ള ചാൻസും വളരെ കുറവാണ്. പക്ഷെ എന്നാലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ 200ന്റെ മേളിലുള്ള ഒരു വാല്യൂ ആയതുകൊണ്ട് നമുക്കത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ഓപ്ഷൻ എന്തായാലും എലിമിനേറ്റ് ആയി. ഇനി അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇത് സോൾവ് ചെയ്യാം. നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് എടുക്കുന്ന രീതി തന്നെ എടുക്കാം. അപ്പോൾ 2 സ്പീഡ് കൂടി ആഡ് ചെയ്യുമ്പോൾ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെ സ്പീഡ് റിലേറ്റീവ് സ്പീഡും ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്തു ബൈ ടൈം. അങ്ങനെ ഈ ഡിസ്റ്റൻസ് എത്ര? 4500 കിലോമീറ്റർ ബൈ ടൈം എന്ന് പറയുന്നത് എത്ര? 9 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 9ഉം ആ 45 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര 5 വരും. സോ നമുക്ക് ഈ 500 എന്നാണ് കിട്ടുന്ന S1 + S2. ആൻഡ് S1 + S2 എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്? 2X+200 ആണ് S1 + S2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ S1 + S2 എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കി അവിടെ നിന്ന് ഡയറക്ട്ലി ആൻസർ അല്ലേ കിട്ടിയത്. ഇനി നമ്മൾ അതിനെ അപ്പുറത്ത് കൊണ്ടൊന്ന് മൈനസ് ചെയ്യും, എക്സിന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് സ്മാർട്ട് ആയിട്ട് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി കഴിഞ്ഞു. 2X + 5 200 അല്ലേ കണ്ടുപിടിക്കേണ്ടേ? അതല്ലേ നമുക്ക് ഇപ്പോൾ 500 കിട്ടിയത്. അവിടെ ചോദിച്ചിരിക്കുന്നത് S1 + S2 കണ്ടുപിടിക്കാനല്ലേ. അപ്പോൾ നമ്മൾ ചില സമയത്തെങ്കിലും നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കേണ്ട ആൻസർ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? അതിനെ വീണ്ടും മുമ്പിലോട്ട് സോൾവ് ചെയ്തിട്ട് പിന്നെയും തിരിച്ച് റിവേഴ്സിൽ ചെയ്യും. ഇപ്പം മിക്കവാറും പേര് ക്വസ്റ്റൻ സോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ 200 ഇപ്പുറത്ത് കൊണ്ടുവന്ന് 500 നിന്ന് മൈനസ് ചെയ്ത് 300 എടുക്കും. എന്നിട്ട് ആ 2X = 300 എടുത്ത് X = 150 കണ്ടുപിടിക്കും. എന്നിട്ട് ആ X കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ആ 2 × 150 300 300 + 200 500 എന്ന് ആൻസർ കണ്ടുപിടിക്കും. പക്ഷെ അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലരും ശ്രദ്ധിക്കാറില്ല. പലരും ഇതിനെ ഫുള്ള് സോൾവ് ചെയ്ത് പണ്ട് സ്കൂളിൽ നമ്മൾ ചെയ്യുന്ന പോലെ എക്സ് കണ്ടുപിടിച്ച് പിന്നെ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഓൾറെഡി അത് കണ്ടുപിടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ പലരും എന്ത് ചെയ്യത്തില്ല? അത് ശ്രദ്ധിക്കത്തില്ല. ഓക്കെ, അപ്പൊ നോക്കിയാൽ അത് മൊത്തം സോൾവ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മുടെ കാൽക്കുലേഷനിലേക്കുള്ള ആ ഒരു ഒബ്സർവേഷൻ കുറച്ച് കൂട്ടുക, നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് എടുക്കാൻ പറ്റും. ഇനി അടുത്ത ദിവസത്തിലേക്ക് പോവാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, എ ബസ് പാസസ് 2 person മൂവിംഗ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി മൂവിംഗ് ബസ് അറ്റ് എ സ്പീഡ് ഓഫ് 3 km/h ആൻഡ് 5 km/h റെസ്പെക്റ്റീവ്ലി എന്നാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. The bus passes the first person in 10 seconds and the second person in 11 seconds. The speed of the bus is എന്നാണ് ചോദിച്ചത്. നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷേ ആക്ച്വലി വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. ഇവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ, ഒരു ബസ് എന്താ പറയാ രണ്ടാളെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. 2 പേഴ്സണെ പാസ് ചെയ്യുന്നുണ്ട്. പാസസ് 2 person മൂവിംഗ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദ മൂവിംഗ് ബസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. ഓക്കെ,
ഇനി അവിടെ പറയുന്നത് ആ രണ്ടുമായിട്ട് സ്പീഡ് തന്നിട്ടുണ്ട്, 3 കിലോമീറ്റർ പെർ അവറും 5 കിലോമീറ്റർ പെർ അവറും. ഇനി ദ ബസ് പാസസ് ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ 10 സെക്കൻഡ്സ്. ആ ബസ് ആദ്യത്തെ ആളെ പാസ് ചെയ്യുന്ന 10 സെക്കൻഡിലും രണ്ടാമത്തെ ആളെ പാസ് ചെയ്യുന്ന 11 സെക്കൻഡിലും ആണ്. അങ്ങനെയാണെങ്കിൽ ബസ്സിന്റെ സ്പീഡ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കത് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി വളരെ ഈസിയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണ്, സെയിം ആണ്. ഓക്കെ, ബസ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണ്, സെയിം ഡിസ്റ്റൻസ് ആണ് ബസ് കവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡ് ഇൻറ്റു ടൈമാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം രണ്ട് രീതിയിലും കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇപ്പൊ ഈ ബസ്സിന്റെ സ്പീഡിനെ നമുക്ക് തൽക്കാലത്തേക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് ബസ്സിന്റെ സ്പീഡിനെ ഒന്ന് എന്താ പറയാ, ഒരു വൈ എന്ന് വല്ല എടുക്കുകയോ അല്ലെങ്കിൽ എക്സ് എന്ന് വല്ല എടുക്കുകയോ, നമുക്ക് വൈ എന്ന് എടുക്കാം. വൈ എന്ന് വല്ല എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന റിലേറ്റീവ് സ്പീഡ് കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് റിലേറ്റീവ് സ്പീഡ് വരുന്നുണ്ട്. എന്നാൽ രണ്ട് പേരുണ്ട്, 3 കിലോമീറ്റർ പെർ അവറിൽ പോകുന്നതും 5 കിലോമീറ്റർ പെർ അവറിൽ പോകുന്നതും. ഇനി ഇവർ പോകുന്നത് എങ്ങനെ, സെയിം ഡയറക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ രണ്ട് സ്പീഡ് കൂടി എന്താവണം, മൈനസ് ആകണം. S1 മൈനസ് S2 കൺസെപ്റ്റ് ആയിരിക്കും നമുക്ക് അവിടെ വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ രണ്ട് കേസ് ഉണ്ടായതുകൊണ്ട് ഒരു കേസിൽ നമുക്ക് എന്ത് വരും, ആ y മൈനസ് 3യും വരും, പിന്നെ മറ്റേ കേസിൽ എന്ത് വരും, y മൈനസ് 5 വരും. എന്നാൽ ഉറപ്പായിട്ടും ബസ്സിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ രണ്ട് കേസ് വരും നമുക്ക്, ഒന്ന് y മൈനസ് 3, ഒന്ന് y മൈനസ് 5. ഇനി ഇവർ പാസ് ചെയ്യാൻ എടുക്കുന്ന സമയവും നമുക്ക് തന്നിട്ടുണ്ട്, 10 സെക്കൻഡും 11 സെക്കൻഡും. അങ്ങനെ സ്പീഡ് ഇൻറ്റു ടൈം ആണ് നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് സെയിമും ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെ, y മൈനസ് 3 ഇൻറ്റു അത് ക്രോസ് ചെയ്യാൻ 10 സെക്കൻഡും ഈക്വൽ ടു y മൈനസ് 5 ആൻഡ് ആളെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന 11 സെക്കൻഡും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്താൽ പോരെ നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ വരും നമുക്ക്. നോക്കിയാൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പലർക്കും ഭയങ്കര കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. നോക്കിയാൽ സ്പീഡ് ഇൻറ്റു ടൈം, അതാണ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ബസ് ഈ രണ്ടുപേരെയും ക്രോസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണ്, സെയിം തന്നെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതങ്ങ് സോൾവ് ചെയ്ത് ആൻസർ എടുക്കാം. നമ്മൾ ആ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 10y മൈനസ് 30 ഈക്വൽ ടു 11y മൈനസ് 55 എന്നൊക്കെ വരും. നിങ്ങൾക്ക് ആ 10y ഇപ്പുറത്ത് വന്ന് 11y എന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ y എന്ന് വരും. 55 നമുക്ക് ഇപ്പുറത്ത് വന്ന് നമ്മൾ ആ 30 നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 55 മൈനസ് 30 നമുക്ക് വൈയുടെ വാല്യൂ എത്രയെന്ന് വരും, 25 എന്ന് വരും. സോ നമുക്ക് ആ ബസ്സിന്റെ സ്പീഡാണ് നമ്മളിപ്പോൾ y എന്ന് എടുത്തത്. ഓക്കെ, അപ്പൊ ആ y എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്ന് കിട്ടും, 25 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് ആൻസർ വരും. 25 കിലോമീറ്റർ പെർ അവർ, 25 കിലോമീറ്റർ പെർ അവർ. വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് സ്റ്റെപ്പിൽ ആൻസർ വരുന്നുണ്ട് നമുക്ക് അതിന്റെ. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തു പോകേണ്ടത്. നമ്മൾ കൺഫ്യൂസ് ആവാൻ പാടില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ വരും. ഇനി അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തൊരു ബോട്ട് ആൻഡ് സ്ട്രീമിന്റെ ക്വസ്റ്റൻ ആണ്. ദ സ്പീഡ് ഓഫ് എ സ്ട്രീം ഈസ് 3 കിലോമീറ്റർ പെർ അവർ. നമ്മൾ സ്ട്രീമിന്റെ സ്പീഡ് തന്നേക്കുന്നത് 3 കിലോമീറ്റർ പെർ അവർ എന്നാണ് തന്നേക്കുന്നത്. ആൻഡ് ദ സ്പീഡ് ഓഫ് എ മാൻ ഇൻ സ്റ്റിൽ വാട്ടർ, അപ്പൊ നമുക്കത് ബോട്ട് എന്നുള്ള രീതിയിൽ എടുക്കാം, ബോട്ട് ആൻഡ് സ്ട്രീം ആയതുകൊണ്ട്. അപ്പം ആ ആളുടെ സ്പീഡ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ പെർ അവർ ആണെന്ന് പറയുന്നുണ്ട്. ഇനി നമുക്കവിടെ പറയുന്നത് ദ ടൈം ടേക്കൻ ബൈ ദ മാൻ ടു സ്വിം 26 കിലോമീറ്റർ ഡൗൺ സ്ട്രീം എന്നാണ് പറയുന്നത്. അപ്പൊ ആളുടെ ഡൗൺ സ്ട്രീം സ്പീഡ് എന്തായിരിക്കും, ഡൗൺ സ്ട്രീം സ്പീഡ് നമുക്കറിയാം, ബോട്ടിന്റെ സ്പീഡും സ്ട്രീമിന്റെ സ്പീഡ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ആ 5 + 3 ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് വരും. 8 കിലോമീറ്റർ പെർ അവർ ആണ് ആളുടെ ഡൗൺ സ്ട്രീം സ്പീഡ്. ആൻഡ് നമുക്ക് ആ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എത്ര തന്നേക്കുന്നത്, നമുക്ക് 26 കിലോമീറ്റർ തന്നേക്കുന്നത്. നമുക്ക് ഡിസ്റ്റൻസ് അറിയാം, സ്പീഡ് അറിയാം, എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, ടൈം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്, എത്ര സമയം എടുക്കും കവർ ചെയ്യാൻ എന്നാ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, ആ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ പോരെ നമുക്ക് ആൻസർ എടുക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 26/8 ചെയ്താൽ മതി. 26-ൽ 8 എത്ര വട്ടം പോകും, ഒരു 3 വട്ടം പോകും. റിമൈൻഡർ എത്ര വരും, 2 വരും. ബൈ ഡിവൈസർ എത്ര, 8. അപ്പൊ നമുക്ക് ആ 2/8 എന്ന് കട്ട് കൂടി ചെയ്യുകയാണെങ്കിൽ 1/4 എന്ന് കൂടി വരും. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്തെന്ന് വരും, 3 1/4 ഹവേഴ്സ് എന്ന് നമുക്ക് ആൻസർ വരും. 3 1/4 ഹവേഴ്സ്, 3 1/4 ഹവേഴ്സ്. സോ ഓപ്ഷനിലേക്ക് വന്ന ഓപ്ഷൻ ഡി 3 1/4 ഹവേഴ്സ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 3 1/4 ഹവേഴ്സ്. ഓക്കെ അല്ലേ? ആൻഡ് നമുക്ക് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. നമ്മൾ മൊത്തം 20 ക്വസ്റ്റൻ ആണ് ഈ സെഷനിൽ കവർ ചെയ്തിട്ടുള്ളത്. 20 ക്വസ്റ്റൻ ഇതേപോലെ മുമ്പുള്ള സെഷൻസിലൊക്കെ തന്നെ ഇത്രയും ക്വസ്റ്റൻസ് വെച്ച് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ 100 കൂടുതൽ ക്വസ്റ്റൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. എക്സാമിന് മുമ്പ് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് ചെയ്ത് നോക്കുക. പറ്റുവാണെങ്കിൽ ഒരു വട്ടം കൂടി ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏറ്റവും ഫ്രീക്വന്റ് ചോദിക്കുന്ന ക്വസ്റ്റൻസ് ആണ് കവർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സാമിൽ ചിലപ്പോൾ എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും, നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റൻസ്, അതേപോലത്തെ ക്വസ്റ്റൻസ് നമ്പർ മാറി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്തുകൊണ്ട്, ഇപ്പൊ ലാസ്റ്റ് ഇയർ നടന്ന ALPയുടെ ക്വസ്റ്റൻസും ബാക്കിയുള്ള ക്വസ്റ്റൻസ് ചെയ്ത് നോക്കുമ്പോൾ അതേ പാറ്റേൺ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. റിപ്പീറ്റ് ആയിട്ടുള്ള പാറ്റേൺ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റൻസിന് ചെയ്ത് നോക്കുക. ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് ഇതിന്റെ മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്നുകൂടി ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു
യൂഷ്വൽ സ്പീഡിൽ കാണുന്ന സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സ്പീഡിൽ ചെയ്തു പോകാനും പറ്റും, നിങ്ങൾക്ക് ആ സൊല്യൂഷൻ സ്പീഡിൽ കണ്ടുപോകാൻ പറ്റും, നിങ്ങളുടെ ടൈം സേവ് ആവും, നിങ്ങൾക്ക് കൂടുതൽ കവർ ചെയ്യാൻ പറ്റും ഷോർട്ട് ടൈമിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതുകൂടി ഹാൻഡിൽ ചെയ്യാം. A steamer goes downstream and covers the distance between two ports in 6 hours. അപ്പോൾ ഡൗൺസ്ട്രീം ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ഡൗൺസ്ട്രീം ടൈം എന്ന് പറയുന്നത് 6 മണിക്കൂർ എന്നാണ് തന്നിരിക്കുന്നത്. ഒരു സ്ട്രീമർ താഴേക്ക് ഡൗൺ സ്ട്രീം പോകുന്നു, 6 മണിക്കൂറുണ്ട്, 2 പോയിന്റ് കവർ ചെയ്യുന്നു. ഇറ്റ് കവേഴ്സ് ദ സെയിം ഡിസ്റ്റൻസ് അപ്സ്ട്രീം ഇൻ 8 hours. അപ്പൊ ഇതേ അപ്സ്ട്രീമിന്റെ ടൈമും ആള് തന്നിട്ടുണ്ട്. അപ്സ്ട്രീമിൽ എടുക്കുന്ന സമയം 8 മണിക്കൂർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഇനി എന്താ പറയുന്നത്? ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ഈസ് 3 km/h. അപ്പോൾ സ്ട്രീമിന്റെ സ്പീഡ് 3 km/h എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്ന സ്പീഡ് ഓഫ് ദ സ്ട്രീമർ ഇൻ സ്റ്റിൽ വാട്ടർ. സിമ്പിൾ ആയിട്ട് ആ ബോട്ടിന്റെ സ്പീഡ് എന്താ എന്നൊരു ആംഗിളിലാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ഇവിടുന്ന് ക്ലിയർ ആ, എന്ത് ആള് പോയിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്. ഈ അപ്സ്ട്രീം ഡിസ്റ്റൻസും ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസും എന്താണ്? സെയിം ആണ്. നമുക്കറിയാം ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമ്മുടെ സ്പീഡും ടൈമും എങ്ങനെ ആയിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് ആൻസർ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇവിടുത്തെ സ്പീഡിന്റെ റേഷ്യോ ഒന്ന് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആളുടെ സ്പീഡിന്റെ റേഷ്യോ ഒന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നേക്കുന്നത് 6:8 എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയെന്ന് വരും? 3:4 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്പീഡിന്റെ റേഷ്യോ 3:4 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും? സ്പീഡിന്റെ ഇൻവേഴ്സ് ആയിരിക്കും, എന്ന് പറഞ്ഞാൽ 4:3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കറിയാം ഈ പറയുന്ന ഇപ്പൊ നമ്മൾ ഇത് എടുത്തേക്കുന്നത് ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും നമ്മളിപ്പോ സ്പീഡ് ഒന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ ബോട്ട് പ്ലസ് സ്ട്രീം എന്നും ബോട്ട് മൈനസ് സ്ട്രീം എന്നുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും അപ്സ്ട്രീം സ്പീഡും. അപ്പൊ അത് വെച്ച് നമ്മൾ ഈ വാല്യൂസ് ഒന്ന് പിക്ക് ചെയ്യുകയാണെങ്കിൽ ബോട്ട് നമുക്ക് ബിന്ന് എടുക്കാം, ആ സ്ട്രീം നമുക്ക് തന്നിട്ടുണ്ട് 3 ആണെന്ന്, ആൻഡ് ബൈ നമുക്ക് ബോട്ട് മൈനസ് സ്ട്രീം ആൻഡ് അതിന്റെ റേഷ്യോ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ സ്പീഡിന്റെ റേഷ്യോ ആൻഡ് അതിന്റെ ഇൻവേഴ്സ് ആണ് ടൈമിന്റെ റേഷ്യോ. അപ്പൊ അത് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചൊന്ന് ഇക്വേറ്റ് ചെയ്താൽ പോരാ ആൻസർ കിട്ടാൻ വേണ്ടി. അപ്പൊ ഇത് വെച്ച് നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിന്റെ റേഷ്യോ നമുക്കറിയാം, സ്പീഡിന്റെ റേഷ്യോ നമുക്കറിയാം, അത് നമുക്ക് തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇത് നമ്മുടെ സ്പീഡിന്റെ റേഷ്യോ, അതിന്റെ ഈക്വൽ ആണ് എന്ത്? അതിന്റെ ഇൻവേഴ്സ് ആണ് ടൈമിന്റെ റേഷ്യോ. എന്ന് പറഞ്ഞാൽ ടൈമിന്റെ റേഷ്യോ എന്താണ്? 4/3 ആണ് നമ്മുടെ ഈ പറയുന്ന ടൈമിന്റെ റേഷ്യോ എന്നത് 4/3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ക്രോസ് ചെയ്ത് സോൾവ് ചെയ്തെടുത്താൽ പോരാ ആൻസർ കിട്ടാൻ വേണ്ടി. അപ്പൊ നമുക്കൊന്ന് ക്രോസ് ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് ക്രോസ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് 3b + 9 = 4b - 4 × s 4s എന്ന് വരും. അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേന് ഓക്കെ, നമുക്ക് 4 × SLF ഇവിടെ നമുക്ക് 3 എന്ന് വരും. എസിന്റെ പ്ലേസിൽ നമുക്ക് ഓൾറെഡി 3 എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്. സോ നമുക്ക് 3 ഇട്ട് കൊടുക്കാം. സോ നമ്മളിവിടെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ 3 × 4 4 × b 4b 3 × 4 നമുക്ക് 12 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3b ഇപ്പുറത്ത് വന്ന് മൈനസ് ആയി കഴിഞ്ഞാൽ വെറും ബി എന്ന് വരും. ആൻഡ് ഈ 12 നമുക്ക് ഇപ്പുറത്ത് വന്ന് 9ന്റെ കൂടെ ആഡ് ആയി കഴിഞ്ഞാൽ 9 + 12 നമുക്ക് ആൻസർ എത്ര എന്ന് വരും? 21 എന്ന് വരും. അപ്പൊ ആ ബോട്ടിന്റെ സ്പീഡ് അല്ലെങ്കിൽ ആ സ്റ്റീമറിന്റെ സ്പീഡ്, ഓക്കെ, ആളുടെ സ്പീഡ് എന്ന് പറയുന്നത് എത്ര വരും? 21 km/h എന്ന് നമുക്ക് ആൻസർ വരും. 21 km/h എന്നായിരിക്കും നമുക്ക് ആൻസർ വരാൻ പോകുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആൻസർ വരുന്നുണ്ട്. ഓപ്ഷൻ ബി 21 km/h ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 21 km/h. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നമ്മളിപ്പോ എഴുതിയേക്കുന്നതിൽ നമുക്ക് ചെറിയൊരു ചേഞ്ച് ചെയ്യാം. അവിടെ എഴുതിയേക്കുന്നതിൽ നമുക്കിപ്പോ കിട്ടിയേക്കുന്ന ടൈമിന്റെ റേഷ്യോ ആണ് കിട്ടിയേക്കുന്നത്. നമ്മളിവിടെ എഴുതിയപ്പോൾ നമ്മളത് തിരിച്ച് ജസ്റ്റ് എഴുതിയേക്കുന്നത്, നമുക്കതൊന്ന് മാറ്റി എഴുതാം. നമുക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് എഴുതിയേക്കുന്നത് നമ്മളിവിടെ ഇത് 3:4 എന്ന ടൈമിന്റെ റേഷ്യോ ആയിരുന്നു, ആൻഡ് ഇത് നമ്മുടെ സ്പീഡിന്റെ റേഷ്യോ. നമുക്കറിയാം നമ്മുടെ ആ ഒരു സ്പീഡിന്റെ റേഷ്യോ ആണ് നമ്മളിപ്പോ ഇവിടുന്ന് എടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ b/3/b + 3/b - 3 അതെന്ന് പറയുന്നതാണ് ആ സ്പീഡിന്റെ റേഷ്യോ ആണ് നമുക്ക് എത്രയെന്ന് എടുത്തേക്കുന്നത്. ടൈം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എടുത്തേക്കുന്നത് 4:3. സോ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു സ്പീഡിന്റെ റേഷ്യോ ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ഒരു സ്പീഡിന്റെ റേഷ്യോനെ ആ സ്പീഡിന്റെ കണ്ടീഷൻസുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ ആൻസർ എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ RRB NTPCയുടെ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല നല്ല ക്വസ്റ്റ്യൻസും കൺഫ്യൂസ് ആവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ കവർ ചെയ്തേക്കുന്നത്. അതിന്റെ അത്യാവശ്യം നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് പല ക്വസ്റ്റ്യൻസും വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. യൂഷ്വലി കാണുന്ന വിട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും യൂഷ്വലി കാണുന്ന ക്വസ്റ്റ്യന്റെ തൊട്ട് മേലുള്ള ഒരു ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒരുപാട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനോട് നമ്മൾ NTPC ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഇനി നമുക്ക് ഉടനെ തന്നെ
നമ്മുടെ വലിയ സമയമില്ല, ഉടനെ തന്നെ നമ്മുടെ RRB NTPC എക്സാംസ് സ്റ്റാർട്ട് ആവാൻ പോവാണ്. സോ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക. നിങ്ങൾക്ക് നല്ലപോലെ എക്സാം എഴുതാൻ പറ്റട്ടെ. നിങ്ങൾക്ക് വരുന്ന എക്സാംസിൽ നല്ല മാർക്കോടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് ആ പോസ്റ്റിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനും 2026 നിങ്ങൾക്ക് ആ ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ എല്ലാവരെയും വിഷ് ചെയ്യുന്നു. നല്ലപോലെ എക്സാം എഴുതുക എല്ലാവരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക, മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ട് പോവുക. നമ്മുടെ റെയിൽവേ എക്സാംസിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നല്ലപോലെ റിപ്പീറ്റ് ആവാറുണ്ട്. ചില സമയത്തെങ്കിലും ചില ക്വസ്റ്റ്യൻസ് എങ്കിലും അതേപോലും റിപ്പീറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെഫിനറ്റ്ലി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നല്ലപോലെ നോക്കിയിട്ട് പോവുക. അതും നമ്മളിപ്പോൾ ALPയുടെ എക്സാം എഴുതെങ്കിൽ ALPയുടെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ NTPC ആണ് നോക്കുന്നതെങ്കിൽ NTPCയുടെ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കല്ല, നിങ്ങൾ അടുത്ത ബാക്കിയുള്ള എക്സാംസ് ALP ആയാലും JEE ആയാലും പോലും അതിന്റെ ക്വസ്റ്റ്യൻസ് അടക്കം, ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്വസ്റ്റ്യൻസ്, ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് അടക്കം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോകുക. നമ്മുടെ പല ക്വസ്റ്റ്യൻസും ഇവിടെ നിന്ന് എടുത്ത് അവിടെയും അവിടെ നിന്ന് എടുത്ത് ഇവിടെയും ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യുന്ന സമയത്ത്. സോ ഡെഫിനറ്റ്ലി അത് ചെയ്ത് നോക്കുക. നേരത്തെയുള്ള സെഷൻസും കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. ആൻഡ് കുറെ കൂടി സ്പീഡ് കൂട്ടിയിട്ട് ഒന്നുകൂടി അതിനെ റിപ്പീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സും ഫോർമുലാസും അപ്രോച്ചുകളും മെത്തേഡ്സും ഒക്കെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ എല്ലാവരെയും വിഷ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇതേപോലെ ഇവിടെ പോകുന്ന സെഷൻസ് നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.